ഹായ് ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ ആദ്യത്തെ ബേസിക് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ജാവാസ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ള സിൻടാക്സും കോഡ്സും എങ്ങനെയൊക്കെയാണ് ബേസിക്കായിട്ട് ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ വേൾഡിൽ വെബ് ഡെവലപ്മെൻറ്റ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇത് വളരെ വലിയൊരു കോമൺ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ക്ലയൻറ്റും സെർവറും ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ പോലെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സൈറ്റ് ഫേസ്ബുക്ക് വയ്ക്കാം, അത് നിങ്ങൾ മൊബൈലോ കമ്പ്യൂട്ടറോ വെച്ച് ആക്സസ് ചെയ്യുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് ആക്സസ് ചെയ്യാണ്. ഇതിനാണ് നമ്മൾ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഈ ക്ലയൻറ്റ് വന്നിട്ട് നേരെ ഫേസ്ബുക്കിന് ഇതുപോലൊരു വിൻഡോ ഉണ്ടാവും. അതിനെയാണ് സെർവർ എന്ന് പറയുന്നത്. ഫേസ്ബുക്കിൻ്റെ സെർവർ. ഇതിനെയാണ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. നമ്മൾ ആക്സസ് ചെയ്യുന്നത് ചിലപ്പം ക്രോമോ അല്ലെങ്കിൽ എക്സ്പ്ലോററോ സഫാരിയോ എന്ത് വെച്ചാലും നമ്മൾ ആക്സസ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. ഈ ബ്രൗസറാണ് നമ്മുടെ ക്ലയൻ്റായിട്ട് വർക്ക് ചെയ്തിട്ട് ഈ ഫേസ്ബുക്കിൻ്റെ സെർവറിലോട്ട് ഒരു റിക്വസ്റ്റ് പോയിട്ട് അവിടുന്ന് ജാവാസ്ക്രിപ്റ്റ് HTML അങ്ങനെയുള്ള കുറച്ച് ഒരു പാക്കേജ് പോലെ ഉള്ളത് നമുക്ക് തിരിച്ച് നമ്മുടെ ബ്രൗസറിലോട്ട് തരും. അങ്ങനെ നമുക്ക് ഫേസ്ബുക്കിൻ്റെ എങ്ങനെയാണോ ആ പേജ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നടക്കുന്നത്. ഈ പേജിൽ തന്നെ ജാവാസ്ക്രിപ്റ്റ് മാത്രമല്ല HTML, അതേപോലെ CSS, PHP എല്ലാം വെച്ചാണ് നമ്മുടെ ഒരു പേജ് ലോഡായി വരുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിൻ്റെ കാര്യം. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ലയൻറ്റ് സൈഡിലെ ജാവാസ്ക്രിപ്റ്റിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡിസേബിൾ ചെയ്യാനോ എനേബിൾ ചെയ്യാനോ സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇൻ കേസ് പറയുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ പേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ നമുക്ക് ക്രോം വഴിയാണോ ഏത് വഴി നോക്കിയാലും നമുക്ക് അതിൻ്റെ കോഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ്. അത് എത്ര നോക്കിയാലും നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആർക്കായാലും അതിൻ്റെ ജാവാസ്ക്രിപ്റ്റ് കോഡ് നോക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ ബ്രൗസർ വെച്ച് തന്നെ നമുക്ക് അതിൻ്റെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് നോക്കാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് ജാവയെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജാവ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് കൊണ്ടാണ് ജാവേനെ മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനോ വെബ്സൈറ്റോ ഏതിനായാലും നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ സ്ട്രെങ്ത്തും കാരണമാണ് കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇത് ഒരുപാട് ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. ബാങ്കിങ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ ഒരുപാട് സെക്ടേഴ്സിൽ നമ്മുടെ ഈ ജാവ കാണാൻ പറ്റുന്നതാണ്. ഇത് 1991 ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ടിയോബ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് കമ്മ്യൂണിറ്റി ഇൻഡെക്സ് ആണ്. അതിൻ്റെ ഇൻഡെക്സ് പ്രകാരം വേൾഡിലെ ടോപ്പ് 5 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് തുടങ്ങി ഇത്രയും കാലം കൊണ്ട് തന്നെ ടോപ്പ് 5 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ട് ജാവയ്ക്ക് മാറാൻ സാധിച്ചു. 2020 കണക്ക് പ്രകാരം 10 മില്യൺ ഡെവലപ്പേഴ്സാണ് വേൾഡ് വൈഡായിട്ട് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. അതേപോലെ 15 ബില്യണോളം ഡിവൈസസ് ജാവ ടെക്നോളജി പവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്മാർട്ട് TV, അങ്ങനത്തെ TV ബേസ്ഡ് ആയിട്ടുള്ളതെല്ലാം 125+ മില്യൺ ജാവ ബേസ്ഡ് ആയിട്ടുള്ള TV ഡിവൈസസ് തന്നെ ഉണ്ട്. അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പ് തന്നെ 97% ജാവ കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ജാവയുടെ മെയിനായിട്ടുള്ള റിക്വയർഡ് ആയിട്ട് ടൂൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ JDKയും JRE എന്ന് പറയും. JDK എന്ന് പറഞ്ഞാൽ ഒരു ലൈബ്രറി സപ്പോർട്ടായിട്ടാണ് ജാവയിൽ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ JRE എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജാവ വെച്ചിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ, അതേപോലെ ആപ്ലിക്കേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിനാണ് JRE എന്ന് പറയുന്നത്.
ഈ JRE കോമൺ ആയിട്ട് നമ്മളിപ്പോൾ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നത് എക്ലിപ്സ് ആണ്. എക്ലിപ്സ് എങ്ങനെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് മുകളിലെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞു JDK എന്ന് പറഞ്ഞാൽ ലൈബ്രറി സപ്പോർട്ടാണ്. ഇതിൽ നമ്മുടെ ജാവ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ആ ലൈബ്രറിയിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. ഈ JDKയിലാണ് ജാവ ആദ്യം റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ലൈബ്രറീസ് എന്തൊക്കെ പാക്കേജാണ് വേണ്ടത് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നത് JDKയിലാണ്. ഇതാണ് JDK എന്ന് പറയുന്നത്. JDKയിലെ ഡെവലപ്മെന്റ് ടൂൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കമ്പൈലറും അതേപോലെ ഒരു ലോഞ്ചറാണ് വേണ്ടത്. ഇതാണ് മെയിൻ ആയിട്ട് ഒരു ജാവ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് സമയത്തുള്ള റിക്വയർഡ് ആയിട്ടുള്ള ടൂൾസ് വേണ്ടത്. അതേപോലെ JRE എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് JRE സ്റ്റാൻഡേർഡ് പാക്കേജസ്, അതേപോലെ കുറച്ച് ലൈബ്രറീസും, അതേപോലെ JVM എന്ന് പറഞ്ഞാൽ ജാവയുടെ ഒരു വിർച്വൽ മെഷീനാണ്. അത് റൺ ടൈം എന്തൊക്കെയാണ്, എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഔട്ട്പുട്ട് എന്തൊക്കെയാണെന്ന് JVM വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുന്നതാണ് JDK എന്ന് പറയുന്നത്. 2 തരം എഡിഷൻസ് ഓഫ് ജാവയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എഡിഷനും അടുത്തതെന്ന് പറഞ്ഞാൽ എന്റർപ്രൈസ് എഡിഷനാണ്. ഈ സ്റ്റാൻഡേർഡ് എഡിഷനിലാണ് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെറിയ പ്രോഗ്രാം റൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു എഡിഷൻ എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് എഡിഷൻ. അതിൻ്റെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന എഡിറ്ററാണ് എക്ലിപ്സ്. അതേപോലെ തന്നെ ജാവയുടെ എന്റർപ്രൈസ് എഡിഷനാണ് എക്സാമ്പിൾ പറയുന്നത് ഗൂഗിൾ, റിലയൻസ് അങ്ങനെയൊക്കെ പറയുന്നത്. അതിലെന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസോ ആപ്ലിക്കേഷൻസോ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ട് സോഫ്റ്റ്വെയറായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജാവ എന്റർപ്രൈസ് എഡിഷൻസ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിളിൽ നമ്മൾ ഈ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷൂ എന്ന് അടിച്ചാൽ ഉടനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷൂസ് അങ്ങനെയുള്ള കുറച്ച് സജഷൻസ് വരും. അതും വർക്ക് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് വഴിയാണ്. അതേപോലെ തന്നെ എക്സാമ്പിൾ പറയുമെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ലൈക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മുകളിലൊരു ചെറുതായിട്ട് കുറച്ച് ഒരു ലൈക്ക്, ലവ് അങ്ങനത്തെ ഉള്ള കുറച്ച് ഇമോജീസ് വരും. അതൊക്കെ ജാവാസ്ക്രിപ്റ്റ് വഴിയാണ് നമുക്ക് റൺ ചെയ്യാൻ കഴിയുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ജാവയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിനി അടുത്തുള്ള ക്ലാസ്സിൽ ജാവയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബില്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ പുതിയ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക്